എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും ശുഭത നിറഞ്ഞ ഒരു പ്രഭാതം ആശംസിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ രണ്ട് സഹയാത്രികരെ പരിചയപ്പെടാം. അവരിൽ ആദ്യത്തെ ആൾ റിപ്പ് വാൻ റിങ്കിൾ എന്ന പ്രസിദ്ധ കഥ രചിച്ച വാഷിങ്ടൺ ഇർവിങ് എന്ന സാഹിത്യകാരനാണ്. രണ്ടാമത്തത് ക്രിസ്റ്റഫർ കൊളംബസ് എന്ന യാത്രികനും. വാഷിങ്ടൺ ഇർവിങ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്റ്റഫർ കൊളംബസിനെ മാതൃകാ പുരുഷനായി അംഗീകരിച്ചു. അതിന് കാരണം പ്രായോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ തരണം ചെയ്യുന്ന ധീരവും ബലിഷ്ഠവുമായ മനസ്സായിരുന്നു കൊളംബസിൻ്റേത്. സാധാരണ മനുഷ്യർ തകർന്ന് തരിപ്പണമാകുന്ന ഇടങ്ങളിൽ പ്രതികൂലതകളിൽ മുന്നേറുവാൻ കൊളംബസ് തനതായ ജീവിത ശൈലി നേടിയെടുത്ത വ്യക്തിയാണ്. വാഷിങ്ടൺ ആ വ്യക്തിത്വത്തിൽ നിന്നും നവചൈതന്യം ഉൾക്കൊള്ളുകയും ചെയ്തു. ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച് വാഷിങ്ടൺ പറയുന്ന അഭിപ്രായം ഇങ്ങനെയാണ്: മഹത്തരമായ ഏതെങ്കിലും പരിയത്നങ്ങൾക്കിറങ്ങിത്തിരിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് മനസ്സു മടുക്കുന്നവർ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ചരിത്രം പഠിക്കണം. 18 സംവത്സരങ്ങളിലെ നിരന്തര പരിശ്രമം പരാജയവും കയ്പുനീരും നിറഞ്ഞതായിരുന്നു. ജീവിത അഭിലാഷത്തിൻ്റെ പൂർത്തീകരണത്തിന് വഴി കാണാതെ കഠിനമായ പട്ടിണിയിലും സഹചരുടെ അതിനിന്ദ്യമായ പരിഹാസത്തിലും അവഗണനയിലും കൊളംബസ് തൻ്റെ ജീവിതത്തിൻ്റെ വസന്തങ്ങൾ തള്ളി നീക്കി. നിരാശയും നിസ്സഹായതയും നിറഞ്ഞ മൂടൽ മഞ്ഞ് സത്യത്തിൽ കൊളംബസിൻ്റെ ജീവിതം അന്ധകാരപൂരിതമാക്കി. എന്നാൽ പ്രതിബന്ധങ്ങളെ തട്ടിത്തെറിപ്പിച്ച് മുന്നേറുവാൻ അദ്ദേഹത്തിന് തന്നെ ദൈവം നൽകിയ മനസ്സും മനസ്സാക്ഷിയും അതായിരുന്നു 1492 അമേരിക്ക കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത്. എത്ര പ്രതിസന്ധി ആഞ്ഞടിച്ചാലും വളർത്തില്ല, തളർത്തി നശിപ്പിക്കും എന്ന് ശപഥം ചെയ്യുന്നവർക്ക് മുമ്പിൽ ജയിച്ച് ഉന്നതി കീഴടക്കുവാൻ ഏക മാർഗം തളരാത്ത മനസ്സ് ഒന്നു മാത്രമാണ്. ഹാമാൻ്റെ വൻ കഴുമരത്തിൻ്റെ മുമ്പിൽ ചഞ്ചലിച്ച് അകലാതെ ദൃഢതയുള്ള വിശ്വാസത്തോട് മുന്നേറിയ മൊർദെഖായും ഭാര്യയുടെയും 4 സുഹൃത്തുക്കളുടെയും മുമ്പാകെ തലകുനിച്ചു കൊടുക്കാതെ ദൈവവിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ ഗോപുരമായി മാറിയ ഇയ്യോബും രാജകൽപ്പനയേക്കാൾ ശ്രേഷ്ഠം ദൈവകൽപ്പനയെന്ന് ഹൃദയത്തിൽ മന്ത്രിച്ച ദാര്യാവേശ് രാജാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ദാനിയേലും നമുക്കിക്കാര്യത്തിൽ എന്നും മാതൃകയാകണം. ദൈവം നട്ടതിനെ ഒരു മനുഷ്യനും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നട്ടവനായ ദൈവം നമ്മെ നനച്ചു വളർത്തും. കുലുങ്ങിപ്പോകാതെ പ്രതിസന്ധി മധ്യത്തിൽ അതിനെ തരണം ചെയ്യുവാനുള്ള ആത്മകൃപയ്ക്കായി നിരന്തരം കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. ശുഭദിനം. നന്ദി.